മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. വീടുകൾ നിശ്ചിത സമയത്തിനകം തന്നെ കൈമാറാനാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, അവിടെ ടൗൺഷിപ്പ് നിർമ്മാണം ഒരു ഭാഗത്ത് അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ വന്നതാണ്. ഇതിപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു യോഗം ഈ ഘട്ടത്തിൽ വിളിക്കാനുള്ള കാരണം? ഒപ്പം മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്? ഈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ വിവാദവും ഒക്കെ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിന്റെ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേർന്ന് അതിന്റെ പുരോഗതി പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തിയത്. ഒന്നാം ഘട്ടത്തിൽ കൈമാറാൻ തീരുമാനിച്ച വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം അത് പൂർത്തീകരിച്ചു വരികയാണ്. അടിയന്തരമായി അതിന്റെ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. കൂടാതെ വീടുകൾ നിശ്ചിത സമയത്തിനകം തന്നെ കൈമാറാനാകണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, അതേപോലെ മന്ത്രിമാരായിട്ടുള്ള എ കെ ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി, എം പി രാജേഷ്, OR കേളു തുടങ്ങിയവരും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജെ തിലകും പങ്കെടുത്തു. നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അത് അവരുടെ അധികാര കൈമാറ്റത്തിന് മുൻപ്, അല്ലെങ്കിൽ അധികാര കൈമാറ്റം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.